അടുത്തതായിട്ട് ഡയോഡിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. യൂസസ്, അതായത് ഡയോഡ് ഈസ് യൂസ്ഡ് ഫോർ റെക്ടിഫിക്കേഷൻ എന്നാ പറയാം. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എ സിയെ ഡി സി ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് റെക്ടിഫിക്കേഷൻ. അപ്പോൾ എ സിയും ഡി സിയുള്ള കൺസെപ്റ്റൊക്കെ നമുക്കറിയാം. ഒരു എ സിയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ആയിരിക്കും. ഡി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഇതാണ് പ്യുവർ ഡി സി. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, റെക്ടിഫയറിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് ഒരിക്കലും പ്യുവർ ഡി സി കിട്ടൂല, ഒരു പൾസേറ്റിംഗ് ഡി സിയാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മൾ എ സി ഇൻപുട്ട്. ഇത് റെക്ടിഫയർ എന്നുള്ള ഒരു ഡിവൈസിക്ക് കയറി, റെക്ടിഫയർ, അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഔട്ട്പുട്ട് ഡി സി ആയിട്ടുണ്ടാവും. ഓക്കെ, റെക്ടിഫയറിലെ മെയിൻ കമ്പോണൻറ്റ് ഡയോഡാണ്. അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിനെ റെക്ടിഫിക്കേഷൻ എന്ന് പറയാം, ഈ സർക്യൂട്ടിനെ റെക്ടിഫയർ എന്ന് പറയാം. എ സിയെ ഡി സി ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് റെക്ടിഫിക്കേഷൻ. രണ്ട് തരം റെക്ടിഫയർ ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയറും ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് എ സിയിലെ ഹാഫ് സൈക്കിൾസിനെ മാത്രം ഡി സി ആക്കുന്നതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. അതായത് ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൂടുന്നതാണ് ഒരു സൈക്കിള്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇനി കടന്ന് റെക്ടിഫയറിന് പുറത്തിറങ്ങുമ്പോൾ അത് പോസിറ്റീവ് സൈക്കിളിനെ മാത്രമേ കടത്തി വിട്ടിട്ടുള്ളൂ എങ്കിൽ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറോ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ഡി സി ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഫുൾ വേവ് റെക്ടിഫയർ. അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ടാണ് ഇത്. അപ്പോൾ നോക്ക്, ഇത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ എന്തിനാ? വോൾട്ടേജിനെ ഹൈ ആക്കാനും ഹൈ വോൾട്ടേജിനെ ലോ ആക്കാനും ഒക്കെ ഉള്ളതാണ്. വോൾട്ടേജിൻ്റെ അത് മാറ്റിയെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എ സി അപ്ലൈ ചെയ്ത് സെക്കൻഡറിയിൽ ഒരു ഡയോഡും നമുക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് റെസിസ്റ്ററും കണക്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്ന ആ റെസിസ്റ്ററിനെയാണ് ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അത് ഏത് ഡിവൈസ് ആവാം. ഒരു ബൾബ് ഇവിടെ വെച്ച് കൊടുക്കുക, അപ്പോൾ ബൾബിൻ്റെ റെസൻസാണ് അവിടുത്തെ ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ്, അതിൻ്റെ റെസൻസാണ് ലോഡ് റെസിസ്റ്റർ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി വർക്കിംഗ് കേട്ടോ. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തത് ഇൻപുട്ട് എ സി ആണ്. ഇതാണ് ഗ്രാഫ്. ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ ഇങ്ങോട്ട് പാസ് ചെയ്ത് ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെത്തി. ഇത് ഡയോഡിൻ്റെ പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ വരുന്നത് പോസിറ്റീവ്. ഓൾറെഡി ഈ ടെർമിനലും പോസിറ്റീവ് കണക്ട് ചെയ്യുന്നതാണല്ലോ ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസിലാണ് കറൻറ്റ് ഫ്ലോ നടക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ കറണ്ട് കയറി വരും. അപ്പോൾ ആ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടി. അതാണ് ഇവിടെ മാർക്ക് ചെയ്തത്. പോസിറ്റീവ് ഹാഫ് സൈക്കിള് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി. ഇതാണ് ഔട്ട്പുട്ട് ഡി സി കേട്ടോ. ഇനി അടുത്ത് നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സെക്കൻഡറിയിൽ എത്തി. ശ്രദ്ധിച്ചോ, വരുന്നത് നെഗറ്റീവ്, ഈ ടെർമിനൽ പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും റിവേഴ്സ് ബയാസ് ആണ്. റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യൂല, കടത്തി വിടൂല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അത്രയും ഭാഗത്തൊന്നും കിട്ടൂല. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. വീണ്ടും വരുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ എത്തി. പോസിറ്റീവും ഫോർവേഡ് ബയാസായി വീണ്ടും നമുക്ക് കണ്ടക്ട് ചെയ്ത് കിട്ടി. അതാണ് നമുക്കിവിടെ കിട്ടിയത്. നെഗറ്റീവ് വരുമ്പോൾ കണ്ടക്ട് ചെയ്യൂല. അപ്പോൾ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട്. ഇതാണ് ഇൻപുട്ട്, അതിൻ്റെ ഔട്ട്പുട്ട് ഇതാണ്. റെഡി? പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും വരച്ചപ്പം ഫോർവേഡ് ബയാസിലെ കറണ്ട് മില്ലി ആംപിയർന്നും റിവേഴ്സ് ബയാസിൽ മൈക്രോ ആംപിയർന്നും പഠിച്ചിട്ടുണ്ട്. അതിനെ ഇങ്ങനെയും പറയാം, ഫോർവേഡ് ബയാസിൽ കറണ്ട് ഫ്ലോ നടക്കും,
റിവേഴ്സ് ബയാസിൽ കറണ്ട് ഫ്ലോ ഇല്ല എന്ന് പറയാം. കമ്പയർ ചെയ്യുമ്പോൾ വാല്യൂസ് വളരെ ചെറുതായതുകൊണ്ട്, മൈക്രോ ആയതുകൊണ്ട് റിവേഴ്സ് ബയാസിൽ കറണ്ട് ഫ്ലോ ഇല്ല, അങ്ങനെ പഠിക്കാം. ഇനി നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ പറയാം. ഇതാണ് ഫുൾ വേവിൻ്റെ സർക്യൂട്ട്. 2 ഡയോഡ് ഉണ്ട്, D1 D2. ഒരു കാര്യം ഫിഗർക്ക് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ട്രാൻസ്ഫോമറും ഒരേപോലെ അല്ല. ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 2 ടെർമിനലേ ഉള്ളൂ. ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 3 ടെർമിനലുണ്ട്. അങ്ങനെ 3 ടെർമിനലുള്ള ഈ ട്രാൻസ്ഫോമറിൻ്റെ പേരാണ് സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ. ഇനി പ്രത്യേകത കേട്ടോ, സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമറിൽ സെൻട്രൽ ഒരു ടെർമിനൽ ഉണ്ട്. ആ സെൻട്രൽ ടെർമിനലിലെ വോൾട്ടേജ് എപ്പോഴും 0 വോൾട്ട് ആയിരിക്കും. ഇനി അപ്പോൾ ഇത് 0 ആണ്. അപ്പോൾ ഇത് പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും ഈ ടെർമിനലിൽ. ഇവിടെ എങ്ങനെയല്ല കേട്ടോ, ഇവിടെ ഇത് 0, ഇത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് അങ്ങനെ വരിക. ഇത് പോസിറ്റീവ് ആകാം ഓർ നെഗറ്റീവ് ആവാം. ഇവിടെ 3 ടെർമിനൽ ഉണ്ടായതുകൊണ്ട് 3 സെപ്പറേറ്റ് ആക്കി. ഇനി നമുക്ക് എൻ്റെ വർക്കിങ്ങിലോട്ട് പോവാം. ഫസ്റ്റ് കയറി വരുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ എത്തി, സെക്കൻഡറിയിലെത്തി. ആ പോസിറ്റീവ് ഹാഫ് സൈക്കിള് ഇതിലൂടെയും പോകണം, ഇതിലൂടെയും പോയി നോക്കും. ആരാണോ ഫോർവേഡ് ബയാസ് അതിലൂടെ അത് പാസ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലെത്തും. അതാണ് എൻ്റെ കാര്യം. വരുന്നത് പോസിറ്റീവാണ്, ഇവിടുത്തെ ടെർമിനലും പോസിറ്റീവാണ്. ഇപ്പോൾ പോസിറ്റീവ് തന്നെ, പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവാണ് പോസിറ്റീവ്. ആ പോസിറ്റീവും ഇത് ഡയോഡിൻ്റെ പോസിറ്റീവും ഇത് ഡയോഡിൻ്റെ നെഗറ്റീവ് അങ്ങനെയാണല്ലോ. എങ്കിൽ ആ പോസിറ്റീവ് ഇവിടുത്തെ പോസിറ്റീവ് ഫോർവേഡ് ബയാസ് ആയി. സോ ഇതിനകത്തൂടെ ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കയറി വന്ന് ഔട്ട്പുട്ടിലെത്തും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടി, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടി. ഇനി അടുത്ത് കയറി ഇനി ഇതിലൂടെ പോയി നോക്കാം. ഈ വന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് കരുതിക്കോ. ഇവിടുത്തെ പോസിറ്റീവ് ഇൻറ്റു ഇവിടുത്തെ നെഗറ്റീവ്, ആ നെഗറ്റീവ് ഇൻറ്റു ഈ ഇവിടുത്തെ പോസിറ്റീവ് ഏതാണ് റിവേഴ്സ് ബയാസ് ആണ്, ഇതിലൂടെ കടന്നു വരൂല. അടുത്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് കയറി വരുന്നത് കരുത്. ആ നെഗറ്റീവ് ഹാഫ് സൈക്കിള് ഇതുമായിട്ട് നോക്കുമ്പോൾ ഈ നെഗറ്റീവിൻ്റെ പോസിറ്റീവ് പറയുമ്പോൾ നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു ഇവിടുത്തെ പോസിറ്റീവ് റിവേഴ്സ് ബയാസ് അല്ലേ, അപ്പോൾ ഇതിനകത്തൂടെ കയറി വരൂല. ഇന്ന് ഇതിലൂടെ പോയി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ്, ആ നെഗറ്റീവ് ഇവിടെ എത്തി. ആ നെഗറ്റീവിന് നെഗറ്റീവ് ഏതാ, പോസിറ്റീവായി. അപ്പോൾ തിരിച്ച് ആ പോസിറ്റീവും ഈ പോസിറ്റീവും ഫോർവേഡ് ബയാസ് ആയില്ലേ. ഒന്നുകൂടെ, ഇവിടെ ഉള്ള നെഗറ്റീവാണ്, ആ നെഗറ്റീവ് ഇവിടെ എത്തുമ്പോൾ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവായി. ആ പോസിറ്റീവും ഈ പോസിറ്റീവും ഫോർവേഡ് ബയാസായി. അപ്പോൾ ആ ഔട്ട്പുട്ടിലെത്തും. സോ നെഗറ്റീവ് സൈക്കിളും കയറി വരും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. നിങ്ങൾക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി. എല്ലാ പോസിറ്റീവ് ഹാഫ് സൈക്കിളും D1 ഉള്ള ഡയോഡ് കൂടെ കയറി വരും. എല്ലാ നെഗറ്റീവ് ഹാഫ് സൈക്കിളും D2 എന്നുള്ള ഡയോഡ് കൂടിയും കയറി വരും. ഔട്ട്പുട്ടിൽ പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾക്ക് കിട്ടും. സോ ഫുൾ വേവ് റെക്ടിഫയർ ആയി. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി നോക്കുകയാണ്. നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി ആണ് F എന്ന് കരുതിക്കോ. എങ്കിൽ ഇൻപുട്ടിലെ ഫ്രീക്വൻസിയും ഔട്ട്പുട്ടിലെ ഫ്രീക്വൻസിയും സെയിം അല്ലേ. ഇത് സെയിം വിടുത്ത് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണാണല്ലോ ഫ്രീക്വൻസി. അപ്പോൾ ഇതാണ് ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സൈക്കിള്. അതേപോലെ ഇവിടം വരെ എത്തിയിട്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്രീക്വൻസിയും ഇവിടുത്തെ ഫ്രീക്വൻസിയും സെയിം ആണ്. അതായത് ഔട്ട്പുട്ടിലെ ഫ്രീക്വൻസി ഓഫ് ഇവിടെ എഴുതുന്നുണ്ട്, ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട്. ന്യൂ ഔട്ട്പുട്ട് ഈക്വൽ ടു ന്യൂ ഇൻപുട്ട്. ഇതിൻ്റെ കേസിലോ ഇതാണ് ന്യൂ ഇൻപുട്ട്, ഇതാണ് ന്യൂ ഔട്ട്പുട്ട്. ഇവിടെ നോക്ക്, ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത പോക്ക് ഇത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തില്ലേ. റിപ്പീറ്റ് ചെയ്യുന്ന നോക്ക്, ഇവിടം വരെ വന്നായി അതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത്, അപ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ ന്യൂ ഔട്ട്പുട്ട് ഈക്വൽ ടു 2 ഇൻറ്റു ന്യൂ ഇൻപുട്ട്. നമുക്ക് ഔട്ട്പുട്ടിലൊരു പൾസേറ്റിംഗ് ആയിട്ടുള്ള DC കിട്ടി. ഇനി ഔട്ട്പുട്ടിലെ IDC കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് I0/π. I0 പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ആണ്, മാക്സിമം കറണ്ട് ആണ് I0. അതേപോലെ ഔട്ട്പുട്ടിലെ
ഡി സി വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സി ഈക്വൽ V0/π. V0 മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഇനി ഇതിൽ I0 മാക്സിമം കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഓംസ് ലോ അനുസരിച്ച് V/R. അപ്പോൾ V0/RL + RF. RL എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റർ ആണ്, മീൻസ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. RF എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് ആണ് RF. ഡയോഡ് കടത്തി വിട്ടിട്ടാണല്ലോ അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഡയോഡിൻ്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് ആണ് RF. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RL + RF എന്ന് എഴുതണം. ഇതേപോലെ IRMS, VRMS ഇതൊക്കെ നമുക്ക് കേട്ടുപരിചയമുള്ള ടേംസ് ആണ് AC എന്നുള്ള ചാപ്റ്ററിൽ. IRMS ഓഫ് ഔട്ട്പുട്ട് I0/2, VRMS ഓഫ് ഔട്ട്പുട്ട് V0/2. അടുത്തതാണ് റിപ്പിൾ ഫാക്ടർ. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഒരു പൾസേറ്റിംഗ് DC അല്ലേ, പ്യുവർ DC അല്ലല്ലോ. അപ്പോൾ പൾസേറ്റിംഗ് DCയിലുള്ള AC കമ്പോണൻറ്റും, പൾസേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ AC ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഔട്ട്പുട്ടിലുള്ള AC കമ്പോണൻറ്റും അവിടെ ഉണ്ടായ DC കമ്പോണൻറ്റും തമ്മിലുള്ള റേഷ്യോനെയാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ റിപ്പിൾ ഫാക്ടർ R = IAC/IDC ഈക്വൽ ടു √ IRMS/IDC (2 - 1). അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ IRMSൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്, IDCയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1.21 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ മീനിങ്, എന്താ നന്നായിട്ട് പൾസേറ്റിംഗ് വന്നിട്ടുണ്ടെന്ന കൺസെപ്റ്റ്. ഇത് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ ഔട്ട്പുട്ടിൽ നമുക്ക് DC കിട്ടി, പൾസേറ്റിംഗ് DC കിട്ടി. അതിൻ്റെ വാല്യൂ ആണ് IDC = 2I0/π. അതേപോലെ ഔട്ട്പുട്ടിൽ പൾസേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആണെങ്കിൽ VDC = 2V0/π എന്ന് കിട്ടി. ഇനി അവിടുത്തെ മാക്സിമം കറണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് V0/RF + RL എന്ന് കിട്ടും. ഇവിടെ IRMSും VRMSും ഇക്വേഷൻ I0/√2 എന്നും V0/√2 എന്നാണ് കിട്ടുന്നത്. റിപ്പിൾ ഫാക്ടറിൻ്റെ വാല്യൂ നേരത്തെ ചെയ്ത സെയിം ഇക്വേഷൻ IAC/IDC ഈക്വൽ ടു √ IRMS/IDC (2 - 1) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാല്യൂസ് ഒക്കെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.48 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 48% പൾസേറ്റിംഗ് നടക്കുന്നുണ്ട് എന്നാണ് മീനിങ്. ഇനി അടുത്തത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ആണ്. ഓക്കെ, ആ മാക്സിമം റിവേഴ്സ് ബയാസ് വോൾട്ടേജ് അപ് ടു വിച്ച് ആ കറണ്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുവരെയുള്ള മാക്സിമം റിവേഴ്സ് ബയാസ് വോൾട്ടേജിനെയാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയാം. അത് ഹാഫ് വേവിൻ്റെ കേസിൽ V0 മീൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാക്സിമം വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. അത് ഫുൾ വേവിൻ്റെ കേസിൽ 2V0 എന്നാണ് വരിക. അതിന് കാരണം പറയുന്നതാണ്, നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ വരക്കുന്ന സമയത്ത്, ഹാഫ് വേവ് റെക്ടിഫയർ വരക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ഡയോഡല്ലേ നമ്മൾ വരച്ചിരുന്നേ. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന കംപ്ലീറ്റ് വോൾട്ടേജും ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ V0 കൊടുത്താൽ ആ V0 ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കേസിൽ അങ്ങനെയല്ല. സെക്കൻഡറിയുടെ കാര്യം പറയുകയാണെങ്കിൽ 2 ഡയോഡാണ് ഇവിടെ കണക്ട് ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ സെൻട്രലിൽ 0 പറഞ്ഞ ടെർമിനലും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൈമറിയിൽ ഒരു 10 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ 10 വോൾട്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ 5ഉം ഇവിടെ 5ആ വരിക. ഓക്കെ, ഇവിടെ +5 വരും, ഇവിടെ -5 വരും. അപ്പോൾ ടോട്ടലി 10 ആവുക. അപ്പോൾ ഡിവൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് 2V0 എന്നിവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതിന് 5 കിട്ടിയിട്ടുള്ളൂ, ഇനി ഒരു 5 കൂടെ കിട്ടും, അത് 2V0 വരും. അതാണ് കൺസെപ്റ്റ് വരുന്നത് കേട്ടോ. ഇത്ര മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈക്വേഷൻ നോക്ക്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ V0. കാരണം ഇവിടെ എത്ര കൊടുക്കുന്നത് അത് അതേപോലെ ഇത് ടെർമിനലിൽ കിട്ടുക ചെയ്യുക. ഇത് പ്ലസ് ഓർ മൈനസ് അല്ലേ, ഇതല്ലേ 0. അപ്പോൾ കംപ്ലീറ്റ് ഇതിക്ക് കിട്ടുന്നതുകൊണ്ടാണ് V0. ഇതിന് പകുതിയായി ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് 2V0. അടുത്തതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് DC ആണ് കിട്ടുന്നത്, ഇൻപുട്ടിൽ AC ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് വരിക. ഇനി അപ്പോൾ ഈ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ P(out/P × 100). ഇനി P(out) Pന് എന്താ നോക്കാൻ പോവാണ്. ഇതാണ് P(out)ഉം Pനും കാണാനുള്ള ഇക്വേഷൻ. ഔട്ട്പുട്ടിൽ എന്ന് പറഞ്ഞാൽ DC അല്ലേ, അപ്പോൾ PDC ഈക്വൽ ടു എങ്ങനെ പവർ കാൽക്കുലേറ്റ് ചെയ്യാം, I²R. അപ്പോൾ ഔട്ട്പുട്ടിൽ IDC² × RL എഴുതും. ഇൻപുട്ടിൽ AC ആണല്ലോ,
അപ്പോൾ IRMS² ഇൻറ്റു RF പ്ലസ് RL. ഇൻപുട്ട് AC എന്ന് പറഞ്ഞാൽ ഇവിടം വരെ എത്തുന്നതോടാണ് ഇങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കിയത്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് IDCയുടെ വാല്യൂ IRMSന്റെ വാല്യൂ ഒക്കെ മുന്നേ നമ്മൾ പറഞ്ഞ്, അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 40.6 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 1 + RF/RL. ഇനി കേസ് പറയാനുള്ളത് RF ഫോർവേഡൻസ് ഓഫ് ഡയോഡ് വെരി മച്ച് ലെസ് ദാൻ RL ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? RF നെഗ്ലക്റ്റ് ചെയ്യും. RF നെഗ്ലക്റ്റ് ചെയ്താൽ ഈ ടോട്ടലി 0 ആയി. അപ്പോൾ ഈ കേസിൽ പവർ നമുക്ക് എഫിഷ്യൻസി നമുക്ക് എത്ര എടുക്കാം? 40.6% എന്ന് എഴുതാം. ഇത് 0 ആയല്ലോ. അപ്പം 40/6/1 എന്ന് പറയുമ്പോൾ ഇത് ആൻസർ വരും. ഇനി RFഉം RLഉം ഈക്വൽ ആണെങ്കിലോ? ഈക്വൽ ആണെങ്കിൽ ഇത് 1/1 മീൻസ് ഇത് ഈക്വൽ ആണെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് 1 ആയി. 1 + 1 2 ആയി. 40.6 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി ഈക്വൽ ടു 20.3% ആവും. അതേപോലെ ഇവിടെ ഫുൾ വേവിന്റെ കേസിലോ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ നേരത്തെ പറഞ്ഞത് തന്നെ P_out/P_in × 100. P_out ഇങ്ങനെ കാണണം, P_in കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് 81.2 എന്നാണ് കിട്ടുക. 81.2 ഡിവൈഡഡ് ബൈ 1 + RF/RL എന്ന് എഴുതി. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ RF വെരി മച്ച് ലെസ് ദാൻ RL ആണെങ്കിൽ എഫിഷ്യൻസിയുടെ വാല്യൂ ഈറ്റയുടെ വാല്യൂ 81.2% ആയി. ഇനി RF ഈക്വൽ ടു RL ആണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഇത് 1 ആയി. 1 + 1 2 ആയി. അപ്പോൾ 81.2/2 എന്ന് പറയുമ്പോൾ ഈറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് 40.6%. ഇതാണ് ആൻസർ കിട്ടുന്നത്. ഇതിലെ ലാസ്റ്റ് കൺസെപ്റ്റാണ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഇവിടെ ഇതാ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷനിലോട്ട് മാറ്റാണ് റേഷ്യോ ഓഫ് IRMS ടു ദ IDC. ഇപ്പോൾ IRMSന്റെ ഇക്വേഷൻ നേരത്തെ നമ്മൾ കിട്ടി. ഹാഫ് വേവിൻ്റെ കേസിൽ IRMS എന്താ? I0/2 ആണ്. IDCയുടെ വാല്യൂ മുന്നേ കിട്ടി. I0/π ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I0 ക്യാൻസൽ ചെയ്യുമ്പോൾ π/2. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.57 ആണ് ഫോം ഫാക്ടർ ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ ഇതേപോലെ വാല്യൂ IRMS/IDCക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് 1.11%. ഓക്കെ, ഇത്രയാണ് ഫുൾ വേവും ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി വേറൊരു ടൈപ്പ് ഫുൾ വേവ് റെക്ടിഫയർ ആണ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഈ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഇവിടുത്തെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിലെ വോൾട്ടേജിൻ്റെ പകുതിയെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുള്ളൂ. ബ്രിഡ്ജിൽ അങ്ങനെയല്ല, നമ്മൾ എത്ര കൊടുത്തോ അത്ര തന്നെ ഇവിടെ കിട്ടുന്നതാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് വേവ് റെക്ടിഫയറിൻ്റെ ഫിഗർ ഒന്ന് വരക്കാം. ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഫിഗർ. നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധാ ട്രാൻസ്ഫോമറാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ട് മാറും, ഇവിടെ 0 ആയിട്ട് മാറും, 0 വോൾട്ടേജ്. ഇനി നോക്കാൻ പോവാണ്. ആദ്യം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞത്. അപ്പോൾ ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങനെ വന്ന് ഈ ജംഗ്ഷനിലും പോവും, ആ പോസിറ്റീവ് സൈക്കിൾ ഈ ജംഗ്ഷനിലും പോകും. നോക്കാം. അപ്പോൾ പോസിറ്റീവ് സൈക്കിൾ ഇങ്ങോട്ട് വരുമ്പം ഇത് പോസിറ്റീവ് ആണല്ലോ, ഇത് നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസിലായി. അപ്പോൾ ആ ഹാഫ് സൈക്കിൾ കയറിയിട്ട് ഔട്ട്പുട്ട് ഡിവൈസിലെത്തി. സപ്പോസ് ഇതാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻപുട്ടിലെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇത് ഇൻപുട്ടാണ്. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. അത് ഔട്ട്പുട്ടിലെത്തി. ഇനി ഇത് 0 വോൾട്ടേജ് ആണ്. അപ്പോൾ ഇനി അടുത്ത് നെഗറ്റീവാണ് വരാനുള്ളത്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ആ നെഗറ്റീവ് ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇവിടെ എത്തും. ഇതിലൂടെ പോലാലോ, കാരണം ഇത് റിവേഴ്സ് ബയാസിലാണ്. അപ്പോൾ നെഗറ്റീവ് ആണല്ലോ ഫോർവേഡ് ബയാസ്. അപ്പോൾ ഇതിനകത്തൂടെ അത് കയറി വന്നിട്ട് ഇവിടെ എത്തി. അപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഇവിടെ എത്തി. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. എല്ലാ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലായിക്കോ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങനെ വന്നിട്ട്
ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇവിടെ എത്തി, ഇങ്ങനെയാണ് സർക്യൂട്ട് ക്ലോസ്ഡ് ആവുക. അപ്പോൾ എല്ലാ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 D4 എന്നുള്ള ഡയോഡിനകത്തൂടെ പാസ് ചെയ്യും. ഇനി എല്ലാ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് കാര്യം ഒന്ന് നോക്ക്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ വന്ന് ജംഗ്ഷൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ നെഗറ്റീവും ഫോർവേഡ് ബയാസ് ആണ്. ആ നെഗറ്റീവ് ഇങ്ങോട്ട് കയറി വരും. ഇങ്ങനെ കയറി വന്ന് സർക്യൂട്ട് ഇങ്ങനെ പോയിട്ട് ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ കയറി ഇവിടെ എത്തും. അപ്പോൾ എല്ലാ നെഗറ്റീവ് ഹാഫ് സൈക്കിളും കയറി വരുന്നത് D2 D3 എന്നുള്ള ഡയോഡ് കൂടെയാണ്. എല്ലാ പോസിറ്റീവ് ഹാഫ് സൈക്കിളും D1 ഇങ്ങനെ കയറി വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ D1 D4 എന്നുള്ള ഡയോഡ് കൂടെ കയറി വരും. എല്ലാ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഇതിലൂടെ ഇങ്ങനെ വന്ന് സർക്യൂട്ട് കംപ്ലീറ്റ് ആവാൻ D3 കയറിയിട്ട് ഇവിടെ എത്തും. ഇപ്പോൾ D2 D3 കയറി വരും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ നമുക്ക് ഇൻപുട്ട് AC യെ ഔട്ട്പുട്ട് DC ആക്കി മാറ്റി. ഇനി വേറൊന്ന് പറയാനുള്ളത്, നമുക്ക് പൾസേറ്റിംഗ് DC ആണല്ലോ കിട്ടുന്നത്. പൾസേറ്റിംഗ് DC യെ പ്യുവർ DC ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഫിൽട്ടർ സർക്യൂട്ട്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് റെക്ടിഫയർ. റെക്ടിഫയർക്ക് എത്തിയപ്പോൾ AC DC ആയി. ഇനി ഈ പൾസേറ്റിംഗ് DC വേറൊരു സർക്യൂട്ടാണ് ഫിൽട്ടർ സർക്യൂട്ട്. ഫിൽട്ടർ സർക്യൂട്ട് ഫ്ലോ കറന്ന് അതിന് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ DC ആയിട്ട് മാറിയിട്ടുണ്ടാവും. മീൻസ് പൾസേറ്റിങ്ങിൻ്റെ അളവിൽ കുറവ് വരും. ഇങ്ങനെ കംപ്ലീറ്റ് പൾസേറ്റ് ചെയ്യാണ്ട് കുറഞ്ഞ് വരും. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഡയോഡ്സ് നോക്കാം.